അസ്സലാമലൈക്കും. എല്ലാവരും ചെറിയ കുഞ്ഞു കളികളും കുഞ്ഞു കുറുമ്പുകളും പഠനമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? എല്ലാവരും സുഖമായിരിക്കല്ലേ? അൽഹംദുലില്ലാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? മാതാ ദറസ്ന ഫി ദർസി സാബിഖ്. ഓർക്കുന്നോ? നഅം, ഹുൽമു വലദ് അല്ലേ? കുട്ടിയുടെ സ്വപ്നം കണ്ടു. നമ്മൾ കലണ്ടർ നോക്കാനൊക്കെ മനസ്സിലാക്കിയിരുന്നു അല്ലേ? ഇനി നമുക്ക് പേജ് നമ്പർ 36 ചെറിയ ആക്ടിവിറ്റീസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ? നോക്കാം. ടീച്ചർ വായിക്കുമ്പോഴും പറയുമ്പോഴും നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കണം, എന്നാലേ മനസ്സിലാവുകയുള്ളൂ. നുഖാരിനു ബൈനൻ നിഖാത്ത് വൽ ഫിഖ്റ. നുഖാരിനു ബൈനൻ നിഖാത്ത് വൽ ഫിഖ്റ. ഇവിടെ ഹിൻഡ് കൊടുത്തിട്ടുണ്ട്. ഹിൻഡ് കൊടുത്തിട്ട് അതെന്താക്കണം നമ്മൾ? ഫിഖ്റയുമായി താരതമ്യം ചെയ്യണം. ഫിഖ്റ എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ്, ഒരു ഖണ്ഡിക. അത് നമ്മൾ താരതമ്യം ചെയ്യണം. ഇതിൽ ആദ്യത്തേത് ഹിൻഡ് നുക്കാത്ത് തന്നിട്ടുണ്ട്, ഫിഖ്റയും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തേതൊന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ഇതിലെ മിസാലൊന്ന് നമുക്ക് നോക്കാം. ആദ്യം ഹിൻഡ് തുടങ്ങാം അല്ലേ? എന്നാലല്ലേ നമുക്ക് മനസ്സിലാവൂ. 1 അസ്സാമിന അഷർ മിൻ ഷഹരി ഡിസംബർ. എന്താ? അസ്സാമിൻ അഷർ മിൻ ഷഹരി ഡിസംബർ. ഡിസംബർ മാസം 18-ാം തീയതി. പിന്നെയുള്ളതോ? യതകല്ലമു ബിഹാ. യതകല്ലമു സംസാരിക്കുന്നു, ബിഹാ. ബിഹാ എന്നുള്ളത് ലോകത്തുൽ അറബിയയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അറബി ഭാഷ സംസാരിക്കുന്ന കാര്യമാണ്. യതകല്ലമു ബിഹാ, അറബി ഭാഷ സംസാരിക്കുന്നു. ആരാണ് സംസാരിക്കുന്നതെന്നാണ് ഇനി അടിയിൽ പറഞ്ഞിരിക്കുന്നത്. മലായീനും മിനന്നാസ്. മില്യൺ കണക്കിന് ജനങ്ങൾ അറബി ഭാഷ സംസാരിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ക്ലൂ, ലുഗത്തുൻ റസ്മിയ്യ. ഇതൊരു ഔദ്യോഗിക ഭാഷയാണ്. ലുഗത്തുൻ റസ്മിയ്യ. മാമാന റസ്മിയ്യ? റസ്മിയ്യ ഔദ്യോഗികം, ഒഫീഷ്യൽ. ലുഗത്തുൻ റസ്മിയ്യ ഒഫീഷ്യൽ ലാംഗ്വേജ്, ഔദ്യോഗിക ഭാഷ. നമുക്കിനി ഫിഖ്റയൊന്ന് വായിച്ചു നോക്കാം അല്ലേ? എങ്ങനെയാ എഴുതിയിരിക്കുന്നതെന്ന്. അൽ യൗമുൽ ആലമിയ്യു ലില്ലുഗത്തിൽ അറബിയ്യ. എന്താണ്? മനസ്സിലായി എന്ന് തോന്നുന്നു കുറച്ച് പേർക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ വാക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കലണ്ടർ നോക്കിയപ്പോഴൊക്കെ. അൽ യൗമുൽ ആലമിയ്യു ലില്ലുഗത്തിൽ അറബിയ്യ, അന്താരാഷ്ട്ര അറബി ദിനം അല്ലേ? അറബി ഭാഷാ ദിനം, അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനം. യുഹ്തഫലുൽ യൗമുൽ ആലമിയ്യു ലില്ലുഗത്തിൽ അറബിയ്യ ഫി 18 മിൻ ഷഹരി ഡിസംബർ. അല്ലുഗത്തുൽ അറബിയ്യ ലുഗത്തുൻ ജമീല വഹിയ ലുഗത്തുൽ ഖുർആൻ. യതകല്ലമു ബിഹാ മലായീനും മിനന്നാസ് ഫി അൻഹാഇൽ ആലം വഹിയ ലുഗത്തുൻ റസ്മിയ്യ ഫി 22 ദൗല. ഇനി ആശയം പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. യുഹ്തഫലു. യുഹ്തഫലു മാന എല്ലാവർക്കും അറിയാം അല്ലേ? നാം ആചരിക്കുന്നു, ആഘോഷിക്കുന്നു അല്ലേ? യുഹ്തഫലു അൽ യൗമുൽ ആലമിയ്യു ലില്ലുഗത്തിൽ അറബിയ്യ. അറബി ഭാഷാ ദിനം ആചരിക്കുന്നു. എന്നാണ്? ഫി 18 18-ാം തീയതി. മിൻ ഷഹരി ഡിസംബർ. ഡിസംബർ മാസം 18-ാം തീയതി നാം അറബി ഭാഷാ ദിനമായി ആചരിക്കുന്നു, അറബി ഭാഷാ ദിനമായി ആഘോഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ?
യുഹ്തഫലു അൽ യൗമുൽ ആലമിയു ലില്ലുഗത്തിൽ അറബിയ്യ. ലോക അറബി ഭാഷാ ദിനമായി ഡിസംബർ 18-ാം തീയതി നാം ആചരിക്കുന്നു. ഇനി അടുത്ത സെന്റൻസ്, അതിൻ്റെ ഹിന്റ് ഇവിടെ തന്നിട്ടുണ്ടല്ലേ. അല്ലുഗത്തുൽ അറബിയ്യ ലുഗത്തുൻ ജമീല. എല്ലാവർക്കും മനസ്സിലായി അല്ലേ? അറബി ഭാഷ എങ്ങനെയുള്ളതാണ്? ലുഗത്തുൻ ജമീല, വളരെ മനോഹരമായ ഭാഷയാണ്. വഹിയ ലുഗത്തുൽ ഖുർആൻ, അത് ഖുർആനിൻ്റെ ഭാഷയാണത് അല്ലേ? അറബി ഭാഷ ഖുർആനിൻ്റെ ഭാഷയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലേ ഖുർആനിലെ ഭാഷ ഏതാണെന്ന്? അറബിയാണ്. യതകല്ലമു ബിഹാ, അത് ആ ഭാഷയെ സംസാരിക്കുന്നവരുണ്ട്. അവര് ആരാണെന്ന് നോക്കണോ അല്ലെ? എത്ര പേരുണ്ടെന്ന്? യതകല്ലമു ബിഹാ മലായീനുൻ മിനന്നാസ്, മില്യൺ കണക്കിന് ജനങ്ങളാണ് അറബി ഭാഷ ഉപയോഗിക്കുന്നത്. ഫി അൻഹാഇൽ ആലം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. അൻഹാ, ഓരോ ഭാഗങ്ങൾ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മില്യൺ കണക്കിന് ജനങ്ങളാണ് ഈ അറബി ഭാഷ ഉപയോഗിക്കുന്നത്. ഇനി പറഞ്ഞിട്ടുണ്ട് ലുഗത്തുൻ റസ്മിയ അല്ലേ? വഹിയ ലുഗത്തുൻ റസ്മിയ, ഇത് ഈ ഭാഷ ഒരു ഔദ്യോഗിക ഭാഷയായി ഉപയോഗിക്കുന്നുണ്ട്. എവിടെയാണ്? ഫി ഇസ്നത്തൈനി വഇശ്രീൻ. എത്രയാണ് ഇസ്നത്തൈൻ വഇശ്രീൻ? 22. ദൗലത്ത് രാജ്യം അല്ലേ? ദൗലത്ത്. അപ്പോൾ 22 രാജ്യങ്ങൾ ഈ അറബി ഭാഷ ഔദ്യോഗിക ഭാഷയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി അല്ലേ? ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിൽക്കൊന്ന് കടന്നാലോ? ഇതൊരു മിസാലായിരുന്നു അല്ലേ? ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. നുഇദ്ദുൽ ബയാൻ ബിമുസാഅദത്തിൻ നിഖാത്ത്. എന്താണ്? വിശദീകരണം തയ്യാറാക്കുക. നുഇദ്ദുൽ ബയാൻ, വിശദീകരണം തയ്യാറാക്കുക. എന്തുപയോഗിച്ചാണ്? ബിമുസാഅദത്തിൻ നിഖാത്ത്, ഹിന്റുകൾ, ഓരോ ഹിന്റുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ സഹായത്തോടുകൂടി വിശദീകരണം തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നിഖാത്തുകൾ എന്ന് നോക്കണ്ടേ? നോക്കാം. യൗമുൽ ഖിറാഅ, യൗമുൽ ഖിറാഅ, വായനാ ദിനം. ഇതാണ് ഇതിൻ്റെ ഹെഡിങ്. ഇനി ഇതിന് താഴെ വരുന്ന നിഖാത്തുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. യൂനിയോ 19, എന്താണ്? ജൂൺ. യൂനിയോ ജൂൺ, ജൂൺ 19. മുസാബഖത്തുൽ ഖിറാഅ, മുസാബഖത്ത് കോമ്പറ്റീഷൻസ്, മത്സരങ്ങൾ. മുസാബഖത്തുൽ ഖിറാഅ, വായന മത്സരം. മുസാബഖത്തു ഇഖ്തിബാരിൻ മൂജസ്, എന്താണ്? ക്വിസ് കോമ്പറ്റീഷൻ അല്ലേ? ക്വിസ് മത്സരങ്ങൾ. തിദ്കാറു BN ബനിക്കർ, PN പണിക്കരുടെ സ്മരണയോടനുബന്ധിച്ച്. അടുത്തതോ തസവ്വുദ് സഖാഫ, വായനാ സംസ്കാരം ഉണ്ടാക്കുക, വായനാ സംസ്കാരം നൽകുക. തൗഇയ്യത്തുൻ, ബോധവൽക്കരണം നടത്തൽ. അടുത്തത് തൗഇയ്യത്തുൻ അൻ അഹമ്മിയ അൽ ഖിറാഅ, വായനയുടെ പ്രാധാന്യം. അഹമ്മിയ എന്താണ്? പ്രാധാന്യം, വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ നിന്ന് കിട്ടിയല്ലേ? PN പണിക്കരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നടത്തുന്നതാണ്. പിന്നെന്താണ്? അന്നേ ദിവസം പല മത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. വായനാ മത്സരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. പിന്നെ ക്വിസ് കോമ്പറ്റീഷൻസ് സംഘടിപ്പിക്കാറുണ്ട്. പിന്നെ ബോധവൽക്കരണങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് അല്ലേ? ഇനി നമുക്കിതൊക്കെ ഒരു ചെറിയ വിശദീകരണം ആയിട്ട് എഴുതി നോക്കാം. ആദ്യം എന്താണ് നമ്മൾ എഴുതേണ്ടത്?
ഹെഡിങ് ആണല്ലേ. അതിന്റെ ഉൻവാൻ എഴുതണം. ഇതിന്റെ ഉൻവാൻ എന്താ തന്നിരിക്കുന്നത്? യൗമുൽ ഖിറാഅ, വായനാ ദിനം. അപ്പൊ നമുക്ക് എഴുതാം യുഹ്തഫലു. നമ്മൾ അവിടെ നേരത്തെ എഴുതി കണ്ടില്ലേ, ആദ്യത്തിൽ നമുക്ക് എഴുതിയത് കണ്ടില്ലേ, യുഹ്തഫലു യൗമുൽ ആലമി എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കുന്ന കാര്യം, ആചരിക്കുന്ന കാര്യം. അതുപോലെ ഒന്ന് എഴുതി നോക്കിയാലോ. യുഹ്തഫലു യൗമുൽ ഖിറാഅ, വായനാ ദിനം ആചരിക്കുന്നു, ആഘോഷിക്കുന്നു, ആഘോഷിക്കപ്പെടുന്നു. യുഹ്തഫലു യൗമുൽ ഖിറാഅ ഫിത്താസിഅ അശർ. ഏത് ദിവസമാണ്? 19-ാം തീയതി. ഏത് മാസമാണെന്നാണ് ഇനി പറയേണ്ടത് നമ്മൾ. മിൻ ഷഹരി യൂനിയോ. യൂനിയോ ജൂൺ. ജൂൺ മാസത്തിൽ 19-ാം തീയതി, ജൂൺ മാസം 19-ാം തീയതിയാണ് നമ്മൾ വായനാ ദിനം ആചരിക്കുന്നത്. ഇനി അത് ആരുടെ സ്മരണക്കായിട്ടാണെന്ന് എഴുതണം അല്ലേ? അതിന്റെ ഹിന്റ് ഇവിടെ തന്നിട്ടുണ്ടല്ലേ. അപ്പോ തിദ്കാറൻ ബിഎൻ ബനിക്കർ. നമ്മൾ പണിക്കർ എന്ന് എഴുതുമ്പോ അറബിയിൽ പായുണ്ടോ? ഇല്ല. അപ്പോ ബാ നമുക്ക് എഴുതാം. ബീൻ ബി ന് എന്നുള്ളതിന് ന്, ബി എൻ പനിക്കർ. യുഹ്തഫലു യൗമുൽ ഖിറാഅ ഫിത്താസിഅ അശർ മിൻ ഷഹരി യൂനിയോ തിദ്കാറൻ ബി എൻ പനിക്കർ. മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് സെന്റൻസ് കുറച്ച് കോമ്പറ്റീഷനിൽ, മുസാബക്കയിൽ പങ്കെടുക്കുന്ന കാര്യമാ പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് എഴുതി നോക്കിയാലോ. നഹ്നു നുശാരിക്കും. എന്താ? നാം പങ്കെടുക്കുന്നു അല്ലേ? വായനാ ദിനത്തിന് എല്ലാവരും മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കാറുണ്ടല്ലേ. നഹ്നു നുശാരിക്കു, നാം പങ്കെടുക്കുന്നു. ഫി മുസാബഖത്തിൽ ഖിറാഅ, വായനാ മത്സരങ്ങളിൽ, വായനാ മത്സരത്തിൽ പങ്കെടുക്കുന്നു. മുസാബഖത്തിൽ ഖിറാഅ. വഫി മുസാബഖത്തി ഇഖ്തിബാരിൻ മൂജസിൻ. പിന്നെന്താ ടീച്ചർ നേരത്തെ പറഞ്ഞല്ലോ, ഇഖ്തിബാർ മൂജസ്, ക്വിസ് അല്ലേ? ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നു. ഏത് സമയത്താണ് നമ്മൾ ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത്? ഫീ ഹാദിഹിൽ മുനാസബാത്ത്, അതായത് ഈ വായനാ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന വായനാ ദിന മത്സരങ്ങളിലും, വായനാ മത്സരങ്ങളിലും, അതുപോലെ തന്നെ ക്വിസ് കോമ്പറ്റീഷനുകളിലും നാം എല്ലാവരും പങ്കെടുക്കുന്നു. നുരീദു ബിഹാദൽ ഇഹ്തിഫാൽ. എന്തിനു വേണ്ടിയിട്ടാ? നുരീദു, നാം ഈ ആഘോഷങ്ങളൊക്കെ വേറൊരു കാര്യത്തിനും കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. ബി അൻ യതസവ്വദ സഖാഫത്തുൽ ഖിറാഅ. ഇതിലൊരു ഹിന്റ് തന്നിട്ടില്ലേ, തസവ്വുദ് സഖാഫാന്ന്. അത് വെച്ച് നമുക്കൊരു സെന്റൻസ് എഴുതി നോക്കാം. നുരീദു ബിഹാദൽ ഇഹ്തിഫാൽ ബി അൻ യതസവ്വദ സഖാഫത്തുൽ ഖിറാഅ. സഖാഫത്ത് എന്താ? സംസ്കാരം അല്ലേ? ബി അൻ യതസവ്വദ, ഉണ്ടാക്കുക, നൽകുക. വായനാ സംസ്കാരം നൽകുക എന്നുള്ളതും വായനാ ദിനാചരണം കൊണ്ടിട്ട് നാം ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ലാസ്റ്റ് ഹിന്റ് ഉണ്ട്. തൗഇയത്തുൻ അൻ അഹ്മിയത്തിൽ ഖിറാഅ. ബോധവൽക്കരണ പരിപാടി നടത്തുന്നതല്ലേ, വായനയുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ട്. അതൊന്ന് എഴുതി നോക്കാം. തജിരി തൗഇയത്തുൻ അൻ അഹ്മിയ അൽ ഖിറാഅ. വായനാ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടികൾ നടക്കുന്നു. എപ്പോഴാണ്? ഫി ഉസ്ബുഐനി. 2 ആഴ്ച. മിൻ ഹാദ ഷഹർ, ഈ മാസം എന്ന് പറഞ്ഞാൽ യൂനിയോ, ജൂൺ. ജൂൺ 19 എന്നുള്ള ദിവസത്തിലാണ് നാം വായനാ ദിനം ആചരിക്കുന്നത്. അതിനെ തുടർന്ന് അതിനു വേണ്ടിയിട്ട് 2 ആഴ്ചക്കാലം നാം വായനാ ദിനത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട്, വായനയുടെ പ്രാധാന്യത്തെ
കുറിച്ച് ബോധവൽക്കരണം നടത്തുവാനായിട്ട് ആ 2 ആഴ്ച ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ഇനി ഇതിൽ 2 ആക്ടിവിറ്റി കൂടി ഉണ്ട്. അത് ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഈ ചെയ്തത് എല്ലാവരും വായിച്ച് മനസ്സിലാക്കി എഴുതിയൊക്കെ നോക്കണം. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. മഅസ്സലാമ.